ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ചുരിദാറിൻ്റെ കട്ടിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് അതിൻ്റെ മെയിൻ മെറ്റീരിയൽ. ഇതതിൻ്റെ ബോട്ടം. ഇതിൻ്റെ ലൈനിങ്ങിന് ഇതുപോലെ രണ്ടായിട്ട് വയ്ക്കാം. ഇത് ബാക്ക് പോർഷൻ, ഇത് ഫ്രണ്ട് പോർഷൻ. ഇതുപോലെ ഈ ഭാഗം മടക്കിയ ഭാഗമാണ്. ഇങ്ങനെ നാലായിട്ട് മടക്കി വെച്ച ശേഷം നമുക്ക് അളവ് തന്നിരിക്കുന്ന ടോപ്പിനെ ഷോൾഡറിൻ്റെ ഭാഗം ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ച ശേഷം ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. ലെങ്ത്ത് കറക്റ്റായിട്ട് സെയിം ലെങ്ത്തിൽ തന്നെ എടുക്കാം, ലൈനിങ് ആയതുകൊണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ എല്ലാ അളവുകളാണ്. ഇത് നമുക്ക് ഇവിടെ വന്നിട്ട് ഈ തയ്ച്ചു കൂടി വന്നിരിക്കുന്ന ഭാഗത്ത് ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിൽ ഇവിടെ കുറച്ച് തയ്യൽ തുമ്പ് ഒരു അര ഇഞ്ച് നമുക്ക് ഇങ്ങോട്ട് മാറ്റി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. കൂടുതൽ ഇവിടെയാണ് തയ്ച്ചു വന്നിരിക്കുന്നത്, ഇവിടെയാണ് കൈക്കുഴിയുടെ ഭാഗത്തെ തയ്യൽ തുമ്പ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും ഭാഗം ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടുന്ന് ഇതേ ഷേപ്പിൽ തന്നെ നമുക്ക് എല്ലാ ഭാഗവും വരച്ചു കൊടുക്കാം. ഇവിടെ കറക്റ്റ് ആണോ എന്ന് നോക്കണം. ഇവിടെ വരെ. ഇനി ഈ ഭാഗവും നമുക്ക് ഇതുപോലെ തന്നെ സ്കെയിൽ ഉപയോഗിച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇതെല്ലാം നമ്മൾ തയ്ച്ചു കഴിയുമ്പോൾ നമുക്ക് കിട്ടേണ്ട അളവുകളാണ്. ഇവിടെയെല്ലാം നമുക്ക് 1.5 ഇഞ്ച് കൂടുതലായിട്ട് കൊടുക്കാം. ഇവിടെ ഷേപ്പ് വരുന്ന ഭാഗമാണ്, അവിടെയും 1.5 ഇഞ്ച് കൊടുക്കാം. ഇവിടെ എല്ലാം 1.5 ഇഞ്ച് കൊടുത്ത ശേഷം നമുക്ക് ചെയ്യേണ്ടത് ഈ സ്ലിറ്റിൻ്റെ ഓപ്പൺ വരുന്ന ഭാഗത്ത് ഇവിടെ മാത്രം 1 ഇഞ്ച് കൊടുക്കാം. ഇവിടെയെല്ലാം 1 ഇഞ്ച് വീതമാണ് മാർക്ക് ചെയ്യേണ്ടത്. താഴെ വരെ 1 ഇഞ്ച്. അതിനുശേഷം നമുക്ക് ഈ 1 ഇഞ്ച് മാർക്ക് ചെയ്തതെല്ലാം തമ്മിൽ ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കാം. നമ്മൾ 1.5 ഇഞ്ച് വീതം നമ്മളിവിടെ തയ്യൽ തുമ്പ് കൊടുത്ത ഭാഗങ്ങളെല്ലാം തമ്മിൽ ഇതുപോലെ കൂട്ടി ഇതുപോലെ ഇങ്ങനെ ഷേപ്പ് ചെയ്യും. ഷോൾഡർ എത്രയാണ് ലെങ്ത് എന്നുള്ളത് ഇവിടെ ഒരു 1/2 ഇഞ്ച് മുകളിലായിട്ട് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് മാറ്റിയിട്ട ശേഷം ഇതിൻ്റെ ഈ സ്റ്റിച്ച് വരുന്ന ഭാഗം കഴിഞ്ഞിട്ട് ഒരു 1/2 ഇഞ്ച് കൂടുതൽ കൊടുക്കണം. 1/2 ഇഞ്ച് കൂടുതലായിട്ട് ഷോൾഡർ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഷോൾഡറിനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. 6.5 ഇഞ്ചാണ് ഞാനിവിടെ ഷോൾഡർ കൊടുക്കുന്നത്. കുറച്ച് വൈഡായിട്ടുള്ള നെക്കായതുകൊണ്ടാണ് ഈ 6.5 ഇഞ്ച് കൊടുക്കുന്നത്, അല്ലെങ്കിൽ 7 ഇഞ്ച് കൊടുക്കണം. ഇവിടെ ഒരു 1/2 ഇഞ്ച് നമുക്കൊന്ന് ഡ്രോപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം. ഇവിടെ നിന്ന് നമുക്ക് വരുന്നത് എത്രയാണെന്ന് നോക്കാം. 7 ഇഞ്ചാണ് സാധാരണ വരേണ്ടത്. ഇതിപ്പം 7.5 ഇഞ്ച് വന്നിട്ടുണ്ട്. ഞാനൊരു 7 ഇഞ്ച് കൊടുക്കുന്നുള്ളൂ. ഇഞ്ച് മാർക്ക് ചെയ്തു. ഈ ഭാഗത്ത് ഇത് തൊട്ട് വരുന്ന രീതിയിൽ നമ്മൾ തയ്ച്ചു കൂട്ടുന്ന ഭാഗത്ത് ഈ സ്കെയിൽ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് ഈ ഭാഗം ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം. ഒരു 1/2 ഇഞ്ച് നമുക്ക് ഉള്ളിലേക്ക് മാർക്ക് ചെയ്യാം. ഇവിടെയും ഇതുപോലെ നമുക്ക് ആ മാർക്കുമായിട്ട് യോജിപ്പിച്ച് വെച്ചിട്ട് ഇതുപോലെ തൊട്ട് വെച്ചിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ടിലെ ആം ഹോളാണിത്. ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ബാക്കും ഫ്രണ്ടുമാണ് നമ്മളിപ്പോൾ വരച്ചത്.
ഈ ഫ്രണ്ട് ഭാഗം നമുക്ക് ഇതുപോലെ കൈക്കുഴിയുടെ ഭാഗം ഒന്ന് അരയിഞ്ച് ഇതുപോലെ ഒന്ന് താഴ്ത്തി കട്ട് ചെയ്യാം. പക്ഷേ ഇതുപോലെ രണ്ടായിട്ട് മടക്കി വെക്കണം. ഇങ്ങനെ രണ്ടായിട്ട് മടക്കി വെക്കണം. ഫ്രണ്ടിലെ ഭാഗം മാത്രമാണ് ഞാൻ ആദ്യം കട്ട് ചെയ്യുന്നത്. ഈ ഭാഗത്ത് ഇതുപോലെ ബോർഡർ വരുന്നത് കൊണ്ട് ഇവിടെ സ്കാലപ്പാണ്, അപ്പോൾ സെയിം ലെങ്ത്തിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതുകൊണ്ട് ഫ്രണ്ട് ഭാഗം ആദ്യം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം എല്ലാ ഭാഗവും കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് സെയിം ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൻ്റെ ലൈനിങ്ങുമായിട്ട് ഇതിനെ ഫുള്ളായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കാം. ഈ താഴെ ഭാഗം ചെറുതായിട്ടൊന്ന് 1/2 ഇഞ്ച് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം, തയ്ച്ചു കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് തുണി ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിനെ എപ്പോഴും സൈഡിലേക്ക് കൂടുതലായിട്ട് മാറ്റിയിട്ടിട്ട് വേണം കട്ട് ചെയ്യാൻ. എന്നാലും നമുക്ക് ഈ സൈഡിലേക്ക് കൂടുതൽ എക്സ്ട്രാ വരുന്ന ഭാഗത്തുനിന്ന് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ തേരിൻ്റെ ഭാഗം ഇതുപോലെ വെച്ചിട്ട് അളവ് നോക്കുക. എത്രയാണോ ഫ്ലെയർ എടുക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ച് മാത്രം നമുക്ക് മടക്കിയിടാം. ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്കിതിനെ കട്ട് ചെയ്ത് മാറ്റാം. നമുക്ക് ഫോൾഡ് ചെയ്യാനുള്ള ഭാഗം മാത്രം നിർത്തിയിട്ട് ഇവിടെ നിന്ന് ചരിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനെയും ഇതുപോലെ തന്നെ ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ലൈനിങ് കട്ട് ചെയ്തതിൽ ബാക്കി വന്ന ഭാഗം, അതായത് ഷോൾഡറിൻ്റെ ഭാഗത്തും കൈക്കുഴിയുടെ ഭാഗവും വന്നതാണ് ഈ പീസ്. അത് ഇതിന് ഇതുപോലെ 4ആയിട്ട് മടക്കി വെച്ചിട്ട് 10 ഇഞ്ച് വീതിയിൽ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ബാക്കി ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. 10 ഇഞ്ച് വീതി കിട്ടിയാൽ മതി. ഇതുപോലെ 4ആയിട്ട് മടക്കി വയ്ക്കാം. ഒരു 1/2 ഇഞ്ച് നീക്കിയിട്ടിട്ട് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് മാറ്റിയിട്ടിട്ട് നമുക്കിതുപോലെ തന്നെ കറക്റ്റ് ചെയ്ത് വെക്കാം. സ്ലീവിൻ്റെ മുകൾ ഭാഗം എല്ലാം കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് ചെയ്യുന്നത് പോലെ തന്നെ വെക്കാം. എന്നിട്ടൊന്ന് പിൻ ചെയ്ത് കൊടുക്കുകയോ ക്ലിപ്പ് ചെയ്ത് കൊടുക്കുകയോ ചെയ്താൽ മതി. അപ്പോൾ അതാ കറക്റ്റ് നീങ്ങാതിരിക്കും. എല്ലാ ഭാഗവും ഇതുപോലെ നിവർത്തി വെച്ചിട്ട് താഴെ ഭാഗം ഒന്ന് വലിച്ച് അതിൻ്റെ വിഡ്ത്ത് കറക്റ്റ് ആം ഹോളിൻ്റെ ലാസ്റ്റ് വരുന്ന ഭാഗവും തമ്മിലുള്ള ഒരു വിഡ്ത്ത് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ അതിൻ്റെ ഒരു വശത്തേക്ക് നമുക്ക് തയ്യൽ തുമ്പ് വന്നിട്ടുണ്ട്. ആ ഭാഗത്തിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തേക്കായിരിക്കണം നമ്മൾ എക്സ്ട്രാ ഒരു 1/2 ഇഞ്ച് കൊടുക്കേണ്ടത്. മാർക്ക് ചെയ്ത ശേഷം അതേ ഷേപ്പിൽ നമ്മളുടെ കൈയുടെ വണ്ണം എത്രയാണോ അതിനനുസരിച്ചിട്ട് അതേ വണ്ണത്തിൽ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ആദ്യം സ്റ്റിച്ച് ചെയ്യേണ്ടത് അതേ ആ അളവിലായിരിക്കും. ലെങ്ത്തും അതുപോലെ തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ലെങ്ത്ത് ഒരു 1.5 ഇഞ്ച് കൂടുതലായിട്ട് മാർക്ക് ചെയ്തിട്ട് ഒന്ന് വരച്ചു കൊടുക്കാം. ഈ ഭാഗത്ത് 1 ഇഞ്ച് മാത്രം എക്സ്ട്രാ കൊടുക്കാം. പിന്നെ കൈക്കുഴി വരുന്ന ഭാഗം തുടങ്ങിയിട്ട് എല്ലാ ഭാഗത്തും 1.5 ഇഞ്ച് വീതം നമുക്ക് എക്സ്ട്രാ ഒരു തയ്യൽ തുമ്പിന് വേണ്ടി മാർക്ക് ചെയ്തിട്ട് വരച്ചിടാം. ഇവിടെയെല്ലാം 1.5 ഇഞ്ച് വീതം ഇതുപോലെ സ്ലോപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം. സാധാരണ അളവെടുത്ത് തയ്ക്കുമ്പോഴും ഈ ഭാഗത്ത് 4 ഇഞ്ചാണ് വരാറ്. ഇപ്പം നമ്മൾ വരച്ചപ്പോഴും ഇതുപോലെ തന്നെ 4 ഇഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 4 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്തിട്ട്
മുകളിൽ ഇതുപോലെ ഏറ്റവും മുകളിൽ നിന്നും ഒരു 9.5 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്തതുണ്ട്. ഇനി അതിൻ്റെ ഒരു പകുതി ഭാഗം മടക്കി നമുക്കതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കാം. മുകളിൽ നിന്നും 1.5 ഇഞ്ച് താഴെ മാർക്ക് ചെയ്തിട്ട് ആ ഭാഗത്ത് നിന്നും ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് സെൻറ്റർ ഭാഗത്തെ പോയിൻറ്റിലേക്ക് വരച്ച ശേഷം ഉള്ളിലൂടെ ഒന്നുകൂടി ഷേപ്പ് ചെയ്ത് താഴത്തെ പോയിൻറ്റിലേക്ക് സ്ലോപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി അതിനെ കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് ഭാഗം മാത്രം 1/2 ഇഞ്ച് ഇതുപോലെ ഒന്ന് താഴ്ത്തി വരച്ചിട്ട് കട്ട് ചെയ്യാം. ഇപ്പോൾ കട്ടിങ് എല്ലാം കഴിഞ്ഞു. ഇനി ഇതിൻ്റെ നെക്ക്, ഈ കുർത്തിയുടെ നെക്കിൻ്റെ ഡിസൈൻ ചെയ്യുന്നത് മറ്റൊരു വീഡിയോയിൽ ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.